പിന്നെ എന്നാ ചെക്കിങ്ങാ സാറേ? പെർമിറ്റ് അല്ല, ഫിറ്റ്നസ്സാ. ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം. ഞാൻ ഫിറ്റ് ആണല്ലോ, എനിക്കെന്നാ കുഴപ്പം? നീ ഫിറ്റാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിന്റെ പോക്കുഴലിൽ നല്ല ശബ്ദം പോകുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, നിന്റെ ഗിയർ ബോക്സിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടല്ലോടാ. എടാ, നിന്റെ മഡ് ഫ്ലാപ്പിന്റെ നട്ട് ലൂസാണല്ലോടാ. അത് മാത്രമല്ല, തേഞ്ഞ ടയറും. ഒരു കാര്യം ചെയ്യാം, ഒരു 7500 വില അടച്ചിട്ട് പോകും. പാവപ്പെട്ടവൻ ഇവിടെ ജീവിക്കണ്ടേ, എന്നാ ചെയ്താ സാറേ? പോടാ പോടാ, ഇതാ റെസിറ്റ്, അടച്ചിട്ട് പോകും. സാറേ, അടുത്ത സ്ഥലത്ത് വീണ്ടും പിടിക്കില്ലേ? അപ്പോഴും ഞാൻ പഴയ എടുക്കണം. അടുത്ത് പിടിക്കുന്നോടത്തല്ലേ കൊക്കോക്കോളാന്ന് പറഞ്ഞാൽ മതി, അവർ ഒഴിവാക്കി വിടും. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. എന്റെ പൊന്നു സാറേ, സാറല്ലേ കുറച്ച് മുമ്പ് എന്നെ പിടിച്ചേ? അത് ഞങ്ങളല്ല. വേണ്ട, കണ്ട, ഞങ്ങൾ വേറെ ആൾക്കാരാ. സാറ് ഇമ്മ എന്നെ കൈ കാണിക്കേണ്ടത്, ദേവ് എന്നെ കൈ കാണിക്കും സാറേ. ഇത് നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ? ഹലോ, എന്നാ വിശേഷം? ഒന്നും പറയണ്ട, അങ്ങനെയൊക്കെ അങ്ങ് പോണു. ഇതെന്നെ വണ്ടി ഇങ്ങനെ ഓടണേ? അതോ, ഫ്രണ്ടിലെ വൈപ്പറും പോയി, വീലിന്റെ അലൈൻമെന്റ് പോയി, ഒന്ന് ആക്സിഡന്റ് ഒടിഞ്ഞു. ഇതെന്നാ ഇവിടെ പരിപാടി? ചെക്കിങ്ങാ? എടാവേ, നമ്മുടെ വണ്ടി പോലെ ഈ വണ്ടി ഫിറ്റല്ലെന്നേ. 10,000 രൂപ പഴയ ഇത് കൊടുക്കണം ഇവനൊക്കെ. സാറേ, ആഞ്ഞു പിടിച്ചോട്ടോ, നമുക്ക് ശമ്പളം കിട്ടാനുള്ള. എന്നാ പോട്ടെ സാറേ. പോട്ടെ പോട്ടെ, ഞങ്ങളെ ഇവന്റെ കാര്യം തീരുമാനമാക്കട്ടെ. കണ്ടോടാ, 25 വർഷമായിട്ട് ആ വണ്ടിയുടെ ഫിറ്റ്നസ് കണ്ടോടാ. എടാ, നീ പൈസ എടുത്തിട്ടൊക്കെ. സാറേ, കൊക്കോള. കൊക്കോളയല്ലേ? ശരി ശരി, പോട്ടെ പോട്ടെ. സാറേ, ഇതിനൊരു അന്ത്യമില്ലേ? കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെയല്ലേ എന്നെ പിടിച്ചത്? അത് ഞങ്ങളല്ല, കണ്ടില്ലേ താടി, അത് വേറെ ആൾക്കാരാ. വണ്ടിയുടെ പെർമിറ്റ് കാണിക്കുക. സാറേ, കൊക്കോള. കൊക്കോള അല്ലേ? പോട്ടെ പോട്ടെ. എന്റെ പൊന്ന സാറേ, മതിയായില്ലേ? 4ാമത്തെ തവണയാണ് നിങ്ങൾ എന്നെ കൊണ്ട് നിർത്തിക്കുന്നത്. അത് ഞങ്ങളല്ല, വേറെ ആൾക്കാരാണ്. കണ്ടില്ലേ, പെർമിറ്റും പാസഞ്ചേഴ്സ് ലിസ്റ്റോടെയാടാ. കൊക്കോള കണ്ടോടാ, നീ എന്താ പൊട്ടനാടാ? ഇടമണ്ട, കൊക്കോള ഇന്നത്തെ കൂടാടാ. ഇന്നത്തെ കൂടെ സ്പ്രൈറ്റാടാ. സാറേ, വണ്ടി പത്തനംതിട്ടേന്ന് എടുത്ത് പാലക്കാട് വരെ ആയുള്ളൂ, അപ്പോഴേക്കും കോഡ് മാറി. എടാ, ഇപ്പൊ സമയം രാവിലെ 6 മണി. നീ ഇന്നലെ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ചെക്കിങ് പാലെടുത്ത് സ്ലോ ആക്കി നീ ഇന്ന് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ശരിയാണല്ലോ. അവന്റെ അമ്മൂമ്മയുടെ കൊക്കോള എഴുതണോ 7000 സ്പ്രൈറ്റ്. ഇതെന്നാ സാറേ, ഈ വണ്ടിക്ക് നിയമം ഒന്നും ബാധകമല്ല. നീ സ്പെഷ്യൽ വണ്ടിയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കാണണം. പാവപ്പെട്ടവൻ ഒരുത്തൻ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ആഡംബരങ്ങൾ, അതും കളർ സഹിതം മാറ്റി വിശാല സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ആഡംബരങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ന്യായമാണോ സുഹൃത്തുക്കളെ? നോക്കൂ സുഹൃത്തുക്കളെ, 40 ഇഞ്ച് അലോയ് വീല്, അതിനൂതനമായ ഒരു മൈക്രോവേവ് ഓവൻ, വിശാലമായ AC സൗകര്യം, മുന്തിയിനം ലെതർ സീറ്റ് ബെൽറ്റുകൾ, അത് മാത്രമല്ല ലിക്കർ വെക്കാനുള്ള ഫ്രിഡ്ജ് വേറെ. ഇത്രയും ആഡംബരം നമ്മുടെ കേരളത്തിന് ആവശ്യമുണ്ടോ? ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ട മലയാളികളെ. എടാ അല്ല പത്രപ്പോട്ടെ, നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ മനസ്സ്? നീ പറയാം. നീ ഇത് എന്നെ അറിഞ്ഞോണ്ടാ ഈ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത്? അല്ല, നമ്മുടെ ഈ പ്രവർത്തനമാകുമ്പോ അത് അങ്ങനെയാണല്ലോ ഞങ്ങളുടെ ഒരു രീതിയേ. എടാ, ഇത് നിങ്ങളൊക്കെ റെയ്ബാനാന്ന് വിചാരിച്ച് എഴുതി വിടുന്നു. ഇത് അമ്പലപ്പറമ്പ്, ഇത് മേടിച്ചവർക്ക് 110 രൂപയുള്ളൂ. എടാ, ഇത് അലോയ് വീലൊന്നും അല്ല, ചൈനയുടെ വീലാണ്. കണ്ടില്ലേ, അത് 180 ഡിഗ്രി തിരിയും. അത് മാത്രമേ ഉള്ളൂ, വേറെ ഗുണമൊന്നുമില്ല. പിന്നെ ഈ കോട്ടും സൂട്ടും ഈ ടൈയും ഒക്കെ ഇതൊക്കെ വാടകയ്ക്ക് എടുത്തേടാ. ഇത് ഓവനാന്ന്. എടാ, ഈ NH കൂടെ ഓടുമ്പോഴത്തേക്കും വെയിൽ കൊണ്ട് തല ഓവനാവാതിരിക്കാനായിട്ട് ഒരു തൊപ്പി വെച്ചേക്കനാണ് മാഷെ. പിന്നെ ഫ്രിഡ്ജ് എവിടെയാ നോക്കടാ, കയറി ഫ്രിഡ്ജ് എവിടെയാന്ന്. ലിക്കർ എവിടെയാടാ? ലിക്കർ പാക്കറ്റ് നോക്കടാ. പറഞ്ഞിട്ടില്ല കയറി പരിശോധിക്കാനായിട്ട്. മൊത്തം കയറി പരിശോധിക്കടാ, കയറി നിരങ്ങി പരിശോധിക്കടാ. അല്ല, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പൊലിപ്പിക്കലും പെരിപ്പിക്കലും ഒക്കെ ഒരു പിന്നെ ഒരാകെ ആഡംബരം എന്ന് പറയുന്നത് ഇത് ഇതാടാ. അതൊരെണ്ണം ആഡംബരത്തിനും ബാക്കിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനേ ഒരു ബസ് ആയതുകൊണ്ട് പറയുമല്ല, ദീർഘദൂരം യാത്ര ചെയ്യുന്ന എല്ലാ ബസ്സിലും ഇജാതി ഒരു കക്കൂസ് പിടിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനെയൊക്കെയാണ് നീയൊക്കെ ആഡംബരം എന്ന് വിളിക്കുന്നത്. വിട്ടുവെക്കോ. അല്ല, അവനിപ്പോ എന്തിനാ ഓടിയേ? സാറേ, എന്റെ ക്ഷേമ പെൻഷൻ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ദൈവമേ, മജിസ്ട്രേറ്റ് ത്രേസ്യ കുട്ടി.